അപ്പോൾ എല്ലാവർക്കും കല്യാണ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കസിൻ്റെ കല്യാണമാണെന്ന്. അപ്പോൾ അതിന് മുമ്പുള്ള ഹൽദി മെഹന്തി ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പ്രോഗ്രാം നടക്കുന്നത് പൂത്തോട്ടയിലുള്ള ഗ്രീൻ ഐലൻഡ് റിസോർട്ടിലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളൊരു പുഴയിലൂടെ കടന്ന് വേണം പോകാനായിട്ട്. അപ്പം നല്ല പ്രൈവസി ഉള്ളൊരു സ്ഥലം കൂടിയായിരുന്നു. അപ്പം നമ്മുടെ ബ്രൈഡിനെ പരിചയപ്പെടേണ്ടേ, ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് കൃഷ്ണപ്രിയ. ആളൊരു ഡെൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ മുംബൈയിൽ ഒരു ഫാമിലി ഫുള്ള് കൊച്ചിച്ചനൊക്കെ അവിടെ സെറ്റിൽഡാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പരിപാടികളും ഇതുപോലെ ഓരോ റിസോർട്ടുകൾ എടുത്തിട്ടായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ഹൽദി മെഹന്തിയും സെയിം ഡേയിൽ തന്നെയായിരുന്നു കേട്ടോ. ഒരു 2-3 അവറിന് ശേഷമായിരുന്നു മെഹന്തി നടന്നിരുന്നത്. അപ്പം നമ്മൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 1 അവർ ബ്രേക്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡുമായിരുന്നു. അതിന് ശേഷം അവരൊറ്റ മണിക്കൂറിൽ തന്നെ സ്റ്റേജ് വീണ്ടും മെഹന്തിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു കേട്ടോ. അത് ഭയങ്കര അടിപൊളി സ്റ്റേജും ആയിരുന്നു. ഹൽദിക്ക് വന്നിട്ട് എല്ലാവരും യെല്ലോ ആയിരുന്നു കേട്ടോ ഡ്രസ് കോഡ്. അപ്പം മെഹന്തിയുടെ ടൈമിൽ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഗ്രീൻ കളർ, ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഗ്രീൻ കളർ ഡ്രസ് കോഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മെഹന്തിയുടെ ഫംഗ്ഷനിൽ തന്നെയായിരുന്നു ഡാൻസും പാട്ടും, അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡിനെ കുറിച്ച് പഴയ മെമ്മറീസൊക്കെ പറയാനായിട്ട് കസിൻസും റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ പരിചയമുള്ള നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കാരണം എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു ഈ പരിപാടിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഡാൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് കസിൻസ് എല്ലാം പല സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായ എല്ലാ അപകടങ്ങളും അതിലേക്ക് കാണാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതല്ല, നല്ല വൈബായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ എന്താ പറയുക, കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടുന്നതാണല്ലോ വൈബ്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, ബ്രൈഡിൻ്റെ സെക്കൻഡ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മേക്കപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം അവരുടെ പേജ്. അപ്പോൾ വേണ്ടവർ കയറി നോക്കൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ബാക്കി കല്യാണ വിശേഷങ്ങൾ പറയുന്നതായിരിക്കും കേട്ടോ. ബൈ.